പുരസ്കാര ജേതാക്കളെ പരിചയപ്പെടുത്താൻ വേണ്ടി ഗ്രാമസ്വരാജ് ഫൗണ്ടേഷൻ ചെയർമാൻ രാംദാസ് കതിരൂരിനെ ക്ഷണിക്കുന്നു. പ്രിയ അധ്യക്ഷൻ, ഗ്രാമസ്വരാജ് ഫൗണ്ടേഷൻ രക്ഷാധികാരിയുമായിട്ടുള്ള എൻ്റെ സുഹൃത്ത് മണികണ്ഠൻ മാഷ്, നമ്മുടെ ഡോക്ടർ ബാബാ സാഹേബ് ബി ആർ അംബേദ്കറിൻ്റെ 134ാമത് ജന്മദിനം ആഘോഷം ഉദ്ഘാടനം ചെയ്തതിനു വേണ്ടിയും ശ്രേഷ്ഠ വ്യക്തികളെ പുരസ്കാരം നൽകി ആദരിക്കുന്നതിന് വേണ്ടിയും എത്തിച്ചേർന്നിട്ടുള്ള ഡോക്ടർ ഷമാ മുഹമ്മദ്, വേദിയിലുള്ള മറ്റ് പ്രിയപ്പെട്ടവരെ, ഡോക്ടർ ഷമാ മുഹമ്മദ് ഇതിനു മുമ്പ് ഒന്നിലേറെ പരിപാടികൾക്ക് ഗ്രാമസ്വരാജ് ഫൗണ്ടേഷൻ ക്ഷണിക്കുകയുണ്ടായി. അവരുടെ തിരക്ക് ഒരു ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഉത്തരേന്ത്യയിലായിരുന്നു. മറ്റൊരു സമയത്ത് ഇപ്പോൾ ഞാൻ കർത്തവ്യത്തിൽ നീങ്ങുകയാണ്. 4 പ്രമുഖരായ വ്യക്തികളെയാണ് ഞാൻ ഇന്നിവിടെ പുരസ്കാരം നൽകി ആദരിക്കുന്നത്. അവരെ ആദരിച്ച് അവരെ പറഞ്ഞു വിട്ടതിന് ശേഷം അവർ 12:30 മണിക്ക് വീണ്ടും തിരിച്ചു വരും. തെരുവിൽ കഴിയുന്നവർക്ക് ഭക്ഷണം കൊടുക്കേണ്ടതുണ്ട്, അതും അവരാണ് നിർവഹിക്കേണ്ടത്. അവർ പോയതിന് ശേഷം ഞാൻ ഇവരെ പരിചയപ്പെടുത്താം. ഓക്കെ. ആദരിക്കുന്നതിന് വേണ്ടി, ഈ ആദരവ് സ്വീകരിക്കുന്നതിന് വേണ്ടി വിശിഷ്ട വ്യക്തികളെയും ആദരിക്കുന്നതിന് വേണ്ടി ഷമാ മുഹമ്മദിനെയും ക്ഷണിക്കുന്നു. ഗ്രാമസ്വരാജ് ഫൗണ്ടേഷൻ്റെ സ്വരാജ് പുരസ്കാരം സ്വീകരിക്കാനായി ഡോക്ടർ ടി വി പ്രകാശ്, പള്ളൂർ ഗവൺമെൻറ് ഹോസ്പിറ്റൽ. ഡോക്ടർ ടി വി പ്രകാശ്, ഗവൺമെൻറ് ഹോസ്പിറ്റൽ, പള്ളൂർ. ഷമാ മേഡമാണ് കൊടുക്കുന്നത്. ഏറ്റുവാങ്ങുന്നത് ഡോക്ടർ ടി വി പ്രകാശ്. അടുത്തത് തോമസ് അയ്യങ്കാനാൽ, മുതിർന്ന പത്രപ്രവർത്തകനാണ്. തോമസ് അയ്യങ്കാനാൽ, മുതിർന്ന പത്രപ്രവർത്തകൻ. അടുത്തത് ശ്രീ രാജേഷ് കൃഷ്ണൻ, ചെസ് താരമാണ്. ശ്രീ രാജേഷ് കൃഷ്ണൻ, ചെസ് താരം. അടുത്തത് ശ്രീ ആർമുഖം പത്തിച്ചിറ, പരിസ്ഥിതി പ്രവർത്തകനാണ്. ശ്രീ ആർമുഖം പത്തിച്ചിറ, പരിസ്ഥിതി പ്രവർത്തകൻ. ഗ്രാമസ്വരാജ് ഫൗണ്ടേഷൻ്റെ സ്വരാജ് പുരസ്കാരം ഇവിടെ നൽകി കഴിഞ്ഞു. താങ്ക് യു മാഡം. അവരിപ്പം തിരിച്ചു വരും. 12:30 മണിയോടുകൂടി അവർ തിരിച്ചു വരും. ഇനി ഞാൻ സുദീർഘമായി നീട്ടു പോകുന്നില്ല. ഇനി മറ്റൊരു പ്രശ്നം, പ്രകാശൻ ഡോക്ടർ സാറിന് ഡ്യൂട്ടിയിൽ നിന്ന് വരികയാണ്. രോഗികൾ കാത്തിരിക്കുന്നുണ്ട് പള്ളൂർ ആസ്പത്രിയിൽ. എങ്കിലും ഒരു അരമണിക്കൂറും കൂടി ഞാൻ രോഗികളവിടെ നിൽക്കട്ടെ എന്ന് പറയില്ല, ഒരിക്കലും പറയാൻ പാടില്ലല്ലോ. എങ്കിലും ഇന്നൊരു ദിവസം എന്ന രീതിയിൽ ഭക്ഷണത്തിന് വെക്കുമല്ലോ. ബൈക്ക് ശരിയില്ല, എടുക്കുന്നില്ല. പ്രകാശൻ ഡോക്ടർ പള്ളൂർ ഗവൺമെൻറ് ആസ്പത്രി, പോണ്ടിച്ചേരി സംസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള പള്ളൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ പ്രമേഹ രോഗ വിദഗ്ധനാണ്. തൻ്റെ ആതുര ജീവിതകാലത്ത് പ്രമേഹത്താൽ വലയുന്ന ഒട്ടേറെ പേരെന്ന് പറയുമ്പോൾ അത് ചെറുതായി എണ്ണം, ആയിരക്കണക്കിന് ആളുകളെ ദുരിതമനുഭവിക്കുന്ന
അതായത് നമ്മുടെ കാലിൻ്റെ ഈ പാദത്തിലൊക്കെ പഴുത്ത് വലിയ ഒരു കുഴിയുണ്ടാവുക, അങ്ങനെ കഷ്ടപ്പെടുന്ന നിരവധി ആളുകളുടെ ജീവിതം വീണ്ടും തിരികെ നൽകിയ ഒരു മനുഷ്യൻ്റെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് ജീവിതം തീർന്നു, മക്കളുടെ മുഖത്തേക്ക് മക്കൾ തിരിച്ചും പിതാവിനെ അല്ലെങ്കിൽ മാതാവിനെ ദയനീയമായി നോക്കുന്ന എൻ്റെ കുട്ടികൾക്ക് ഇനി ആര് എന്നൊക്കെയുള്ള സംഘർഷത്തിൽ ഉറക്കമില്ലാത്ത രാത്രികൾ, പൊതുവിടത്ത് ഇറങ്ങാൻ കഴിയാത്ത അവസ്ഥ, അങ്ങനെ ജീവിതമെല്ലാം തീർന്നു എന്ന് കരുതി പോകുന്ന മനുഷ്യർക്ക് ജീവിതം തിരിച്ചു നൽകുക എന്നത് ദൈവസമാനമായ ഒരു കാര്യം തന്നെയാണ്. ദൈവത്തിൻ്റെ ജോലി ഡോക്ടറെ പോലുള്ള ആളുകൾ ചെയ്യുന്നു എന്നാണ് എൻ്റെ. ഞാൻ ഈ വേളൊന്ന് ഓർത്തുപോയി, അതിവിടെ പറയാൻ പാടുണ്ടോ എന്നറിയില്ല, പക്ഷെ പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. കഴിഞ്ഞ ദിവസം, അതായത് 11-ാം തീയതി കാലത്ത് എൻ്റെ നാട്ടിലൊരു ഉത്സവം നടക്കുന്നുണ്ടായിരുന്നു. എൻ്റെ പ്രത്യേകത, എൻ്റെ നെറുകയിൽ ആദ്യമായി ഒരു പൊട്ട് വന്നത് അന്നാണ്. ഞാൻ പൊട്ടൊന്നും ചന്ദനം തൊടാറില്ല, അങ്ങനെ ഒരു ശീലമില്ല, ഒന്നും ശീലിപ്പിച്ചിട്ടില്ല, എനിക്കതിൽ താല്പര്യവുമില്ല. എൻ്റെ നാട്ടിൽ ഉത്സവം നടക്കുമ്പോൾ കുട്ടിച്ചാത്തൻ ഇങ്ങനെ നിറഞ്ഞാടുകയാണ്. അപ്പോൾ നമ്മൾ വലിയ കുറച്ച് കാരണവന്മാർ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ഇതിൻ്റെയൊക്കെ ആൾ ഞങ്ങളാണെന്ന് ഗമ്മയിൽ ഇങ്ങനെ നിൽക്കുവാണ്, കഥ ഷർട്ട് മുണ്ടൊക്കെ ഇട്ടിട്ട്. കെട്ടിയാടിക്കൊണ്ടിരിക്കുന്ന കുട്ടിച്ചാത്തൻ എന്നെ നോക്കി വളരെ രൂക്ഷമായി ഒരു ശാസനാ രീതിയിൽ എന്നെ വിളിക്കുകയാണ്. ഇങ്ങനെ ഞാനാദ്യം പോയില്ല, മടിച്ചാണ്. പക്ഷെ എന്നെ എല്ലാവരും കൂടി ഉന്തി അങ്ങോട്ടേക്ക് കുട്ടിച്ചാത്തൻ്റെ അടുത്തേക്ക് വിട്ട് കുട്ടിച്ചാത്തൻ എന്തൊക്കെയോ പറഞ്ഞു എന്നെ നോക്കിയിട്ട്. എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. അച്ഛൻ്റെ കയ്യിൽ പന്തമുണ്ടായിരുന്നു, പന്തത്തിൽ നിന്ന് അഗ്നി എടുത്ത് അതിൻ്റെ നെറുകയിൽ ആദ്യമായി ഒന്ന് തൊട്ടു. എൻ്റെ നെറുകയിൽ ആദ്യത്തെ ഒരു കുറി കഴിഞ്ഞ ദിവസം കിട്ടുകയുണ്ടായി. ഒരുപക്ഷെ എനിക്ക് ഏറെ സന്തോഷവും ഒരു വല്ലാതെ മനസ്സിനൊരു കുളിർമയുണ്ടായി. എൻ്റെ തികച്ചും ദൈവവുമായി അകന്നു കഴിയുന്ന ഒരാൾക്ക് ഉണ്ടാകുന്ന ഒരു കുളിർമ എൻ്റെ മനസ്സിന് പകർന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഓരോ മനുഷ്യർക്കും എന്നെ കുട്ടിച്ചാത്തനാണ് വിളിച്ചിരുന്നെങ്കിൽ നൂറുകണക്കിന് ആളുകളെ ഡോക്ടർ വിളിച്ച് അവരുടെ ജീവിതം തിരിച്ചു നൽകിയ ഒരു അനുഭവമുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഞാനും കോവിഡിൻ്റെ തീവ്രമായ സമയത്ത് ഞാനും ഡോക്ടറെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. താൽക്കാലികമായ പരിഹാരം എനിക്കും കിട്ടി. പക്ഷേ ഞാൻ പെട്ടെന്ന് നാട്ടിൽ നിന്ന് അല്പം മാറിയിരിക്കേണ്ടി വന്നപ്പോൾ പിന്നീട് പോകാൻ കഴിഞ്ഞില്ല. എനിക്കിത് കഴിഞ്ഞ ഉടനെ ഡോക്ടറെ കാണിക്കേണ്ടതുണ്ട്. ഡോക്ടർ കുറച്ചു കാലം ഡോക്ടർ പേഷ്യൻ്റ് ആവേണ്ടി വരും എന്ന് തോന്നുന്നുണ്ട്. പ്രമേഹം എനിക്കും ഉണ്ട് കാര്യമായിട്ട്. ഈ തടിയൊന്നും പ്രമേഹം കൊണ്ട് കുറയുന്ന തടി കാണുമ്പോൾ നിങ്ങൾക്ക് പ്രമേഹം ഇല്ലാന്ന് കരുതുന്നുണ്ട്. നല്ല പ്രമേഹമുള്ള ഒരാളാണ് ഞാൻ. ഡോക്ടറെ ഈ വേദിയിൽ വെച്ച് ആദരിക്കാനും അംബേദ്കറുടെ ജന്മദിനാഘോഷത്തിൽ സ്വരാജ് പുരസ്കാരം നൽകി ഡോക്ടറെ ചേർത്ത് പിടിക്കാനും സാധിച്ചതിൽ ഗ്രാമസ്വരാജ് ഫൗണ്ടേഷൻ അങ്ങേയറ്റം അതിയായി ആഹ്ലാദിക്കുന്നു. ഡോക്ടർ ഇനിയും അശരണരായ മനുഷ്യർക്ക്, ആലംബഹീനർക്ക് തുണയായി അവരുടെ ഒരു ശ്വാസമായി മാറാൻ കഴിയും എന്ന് ഞാൻ ആഗ്രഹിക്കുകയും നിങ്ങൾക്കെല്ലാം വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അടുത്തത് തോമസ് ഏട്ടനാണ്. തോമസ് ഏട്ടനൊരു അത്ര കണ്ട് നിസ്സാരക്കാരനല്ല. എന്തുകൊണ്ട് അദ്ദേഹത്തെ ഞങ്ങളൊക്കെ ചേർത്ത് പിടിക്കാൻ വൈകിപ്പോയി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു മലയോര ഗ്രാമത്തിലാണ്, പയ്യാവൂർ പോലെയുള്ള മലയോര മേഖലയിലാണ്. 60 വർഷം ഒരു മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത് അത്ര കണ്ട് നിസ്സാര കാര്യമല്ല. അദ്ദേഹം കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി, തൻ്റെ പിതാവിൻ്റെ കൂടെ 9ാമത്തെ വയസ്സിൽ ഞാൻ പത്രവിതരണ രംഗത്ത് പോയിട്ടുണ്ട് എന്നാണ്. അവിടുന്ന് ആരംഭിച്ചു. 9 വയസ്സിലോ 8 വയസ്സിലോ ആരംഭിച്ച മാധ്യമപ്രവർത്തനം ഷഷ്ടിപൂർത്തിയുടെ ഘട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഞാൻ അദ്ദേഹത്തിൻ്റെ സുഹൃത്തോട് ഫൽഗുനോട് പറയുകയുണ്ടായി, നമുക്കൊരു അദ്ദേഹത്തിൻ്റെ മാധ്യമപ്രവർത്തനത്തിൻ്റെ ഷഷ്ടിപൂർത്തി എന്ന രീതിയിൽ പയ്യാവൂരിലെ ജനങ്ങളാകെയും സംഘടിപ്പിച്ച്, പയ്യാവൂരിലെ ജനങ്ങളാകെയും ചേർത്ത് പിടിച്ച് അദ്ദേഹത്തെ കൂടുതൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ കർമ്മധീരത ഉണ്ടാക്കണമെന്ന് പറയുകയുണ്ടായി. ഫൽഗുന എൻ്റെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഗ്രാമസ്വരാജ് ഫൗണ്ടേഷനും അതിൻ്റെ പ്രവർത്തകരും ഒക്കെ അന്ന് അവിടെ ഉണ്ടാവും എന്ന് ഞാൻ തോമസ് ചേട്ടന് ഉറപ്പ് നൽകുകയാണ്. ഒരു പത്രമല്ല, പത്രം എന്നത് വാർത്ത, പയ്യാവൂരിലെ പോലെയുള്ള മലയോര പ്രദേശത്തെ വാർത്ത എന്നത് തോമസ് ചേട്ടനാണ്. ഏത് വാർത്ത നൽകിയാലും ഏത് വാർത്ത അറിയാനും തോമസ് ചേട്ടനെ വിളിക്കുകയും, തോമസ് ചേട്ടൻ്റെ പ്രത്യേകത ഞാൻ മനസ്സിലാക്കിയത് എല്ലാ മനുഷ്യരുമായിട്ട്
വളരെ ആഴത്തിലുള്ള വ്യക്തി സൗഹൃദം നിലനിർത്തുന്ന ആളാണ് തോമസ് ചേട്ടൻ. ഞാനൊക്കെ പലപ്പോഴും പല ആളുകളിൽ വെറുപ്പിച്ച് കളയാറുണ്ട്. എനിക്കത് ഇഷ്ടമുള്ള ആൾ ഞാൻ വെറുത്തു പോകും. പക്ഷേ തോമസ് ചേട്ടൻ അതല്ല, ഇഷ്ടമില്ലാത്ത ആളുകളെയും ചേർത്ത് പിടിക്കുക. മനസ്സിൽ ചിലപ്പോൾ ആ പ്രയാസങ്ങളും ആ ഇഷ്ടക്കേടും മനസ്സിൽ സൂക്ഷിച്ച് അവരെ ചേർത്ത് നിർത്തുകയും അവരോട് കുശലം പറയുകയും വർത്തമാനം പറയുകയും അവരോടൊപ്പം നിൽക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് തോമസ് ചേട്ടൻ. മാത്രമല്ല, മാധ്യമപ്രവർത്തനം കൊണ്ട് ഒരു കുടുംബത്തെ, സമ്പുഷ്ടമായൊരു കുടുംബത്തെ കെട്ടിപ്പടുക്കുകയും അവർക്ക് ആവശ്യമായതെല്ലാം ചെയ്തു കൊടുക്കുകയും കുട്ടികളെയും കുടുംബത്തെയും നല്ല രീതിയിൽ വളർത്തിയെടുത്ത് അവർക്ക് സമൂഹത്തിനാകെയും മാതൃകയാകുന്ന രീതിയിൽ അവരെ എടുക്കാൻ തോമസ് ചേട്ടന് വേണ്ടി ഞാൻ എഴുതി തയ്യാറാക്കിയ പ്രശസ്തി പത്രത്തിലും ഞാനത് സൂചിപ്പിച്ചിട്ടുണ്ട്. ഒരു നാടിനാകെയും മാതൃകയായി അദ്ദേഹം മാറുകയുണ്ടായി. തോമസ് ചേട്ടനും ആദരിക്കാൻ കഴിഞ്ഞതിൽ ഗ്രാമസ്വരാജ് ഫൗണ്ടേഷൻ അതിയായ ആഹ്ലാദമുണ്ട്, അതിയായ സന്തോഷമുണ്ട്. അത് ഞാൻ ഈ വേദിയിൽ അറിയിക്കുകയാണ്. മൂന്നാമതായി, എനിക്ക് കണ്ടെത്താൻ കഴിയാതെ പോയ എൻ്റെ അയൽക്കാരനാണ്. ഞാൻ കേരളത്തിനകത്തും പുറത്തും ഇങ്ങനെ നിരന്തരം യാത്ര ചെയ്യുമ്പോൾ എപ്പോഴെങ്കിലും നാട്ടിലേക്ക് പോകുമ്പോൾ, നാട്ടിലേക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ താമസിക്കുന്ന സ്ഥലം വേറെയാണ്, തറവാട് സ്ഥലം വേറെയാണ്. എപ്പോഴെങ്കിലും നാട്ടിൽ പോകുമ്പോൾ ഒരു ഹസ്തദാനത്തിലോ അല്ലെങ്കിൽ ഒരു ചിരിയിലോ മാത്രം ഒതുക്കുന്ന എൻ്റെ ഒരു അയൽക്കാരനുണ്ട്. ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് പഠിക്കുകയോ ഒന്നും ചെയ്തിട്ടുന്നില്ല. പക്ഷേ ഈ അടുത്ത ദിവസം ആണ് അദ്ദേഹത്തിൻ്റെ ഒരു വലിയൊരു കഴിവെന്ന് പറഞ്ഞാൽ ഒരു നമുക്ക് അങ്ങേയറ്റം സന്തോഷം ഉണ്ടാക്കുന്ന ചതുരംഗ കളിയിൽ നാഷണൽ ലെവലിലൊക്കെ തന്നെ പോവുക, സമ്മാനം വാങ്ങിക്കുക എന്ന എൻ്റെ ഒരു നാട്ടുകാരൻ എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം ചെറുതല്ലല്ലോ. ചെസ് കളിയിൽ ചാമ്പ്യനാണ്. മത്സരിക്കുന്ന എല്ലാ മത്സരങ്ങളിലും അദ്ദേഹം സമ്മാനമായിട്ടാണ് വീട്ടിൽ വരിക എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഞാൻ അദ്ദേഹത്തോട് പറയുന്നത്, ഗ്രാമസ്വരാജ് ഫൗണ്ടേഷന് ഏറെക്കുറെ 1000-ലേറെ കുട്ടികളുള്ള ഒരു വിശാലമായ ഒരു പ്ലാറ്റ്ഫോമുണ്ട്. നേരത്തെ ഇവിടെ ഭരണഘടനയുടെ ആമുഖം നിങ്ങളോട് സംസാരിച്ച മിനിഹ ഷെറിനാണ് ആ പ്ലാറ്റ്ഫോമിനൊക്കെ തന്നെ കുട്ടികളെ നിയന്ത്രിച്ചു പോകുന്നത്. മിനിഹ ഷെറിനാണ് അതിൻ്റെ ലീഡർ. ആ കുട്ടികളെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു ചെസ് ടൂർണമെൻറ്റോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് നടത്താൻ കഴിയുമെങ്കിൽ, ടൂർണമെൻ്റ് അല്ല, ശരിക്കും അവരെ ചെസ് പഠിപ്പിക്കുകയാണ് വേണ്ടതെന്ന് തോന്നുന്നു. ടൂർണമെൻ്റ് കൊണ്ട് കാര്യമില്ല, അവരെ പഠിപ്പിക്കുകയാണ്. അതിൻ്റെ ഒരു ഉത്തരവാദിത്വം കൂടി ശ്രീ രാജേഷ് കൃഷ്ണ ഏറ്റെടുക്കും. തനിക്കറിവുള്ള അദ്ദേഹത്തിന് വേണ്ടി ഞാൻ തയ്യാറാക്കിയ പ്രശസ്തി പത്രം അത് സൂചിപ്പിച്ചിട്ടുണ്ട്. തനിക്കറിവുള്ളത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കലാണ് ജീവിതചര്യ എന്ന് നാം ഓർത്തു വെക്കേണ്ടതുണ്ട്. രാജേഷ് കൃഷ്ണ എന്ന് പറഞ്ഞ എൻ്റെ നാട്ടുകാരനെ, അയൽക്കാരനെ അംബേദ്കറുടെ ജന്മദിനാഘോഷ വേദിയിൽ ചേർത്ത് പിടിക്കാൻ കഴിഞ്ഞതിൽ ഗ്രാമസ്വരാജ് ഫൗണ്ടേഷൻ അങ്ങേയറ്റം സന്തോഷിക്കുന്നു. പിന്നുള്ളത്, ഒരു 25 വർഷത്തെ നീണ്ട സൗഹൃദം പുലർത്തുകയും കേരളത്തിൻ്റെ സമരവേദികളിൽ സ്ഥിരം സാന്നിധ്യവുമായിട്ടുള്ള, ഒരുപക്ഷെ എൻ്റെ മുമ്പിൽ നിന്ന് ഇത് എൻ്റെ പ്രസംഗം കേൾക്കുന്ന എൻ്റെ സുഹൃത്ത്, നല്ല കസവ് കരയുള്ള മുണ്ടൊക്കെ ഇട്ട് ഇന്ന് വന്ന നമ്മുടെ പള്ളിയം പ്രമോദിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട, അവരെ ആരാധിക്കുന്ന, അവരുടെ വാഹനത്തിന് പോലും ആ പേരിട്ട, മൈലമ്മ നയിച്ച പാലക്കാടിലെ പ്ലാച്ചുമഴയിലെ കൊക്കക്കോള വിരുദ്ധ സമരത്തിന് നേതൃത്വം കൊടുത്ത ആളാണ് ഈ ഇരിക്കുന്ന ആറുമുഖൻ പത്തിച്ചിറ. ആ സമരത്തിൻ്റെ തുടക്കം മുതൽ സമര സഹായ സമിതിയിൽ വളരെ സജീവമാവുകയും പിന്നെ ഐക്യദാർഢ്യ സമിതിയുടെ കൺവീനറായി ഇന്ന് ബ്രൂവറി വിരുദ്ധ സമരത്തിൻ്റെ നേതൃത്വം കൊടുക്കുകയാണ് അദ്ദേഹം. പരിസ്ഥിതി പ്രവർത്തകനാണ്, ആരോഗ്യ പ്രവർത്തകനാണ്, ആയുർവേദ രംഗത്ത് പ്രവർത്തിക്കുന്നു, സംരംഭകനാണ്. ആയുർവേദ ഉൽപ്പന്നങ്ങൾ, നിരവധി ആയുർവേദ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് അത് വിപണിയിലുണ്ട്. എൻ്റെ വളരെ അടുത്ത സുഹൃത്തും കൂടിയാണ് ആറുമുഖൻ പത്തിച്ചിറ. അദ്ദേഹത്തെയും ഈ അംബേദ്കറുടെ പേരിൽ സ്വരാജ് പുരസ്കാരം നൽകി ആദരിക്കാൻ സാധിച്ചതിൽ ഞാൻ അങ്ങേയറ്റം സന്തോഷിക്കുന്നു. ഈ കാര്യങ്ങളാണ്. പിന്നെ ഞാൻ ആദ്യം സൂചിപ്പിച്ചത്, സാധാരണ ഒരു പരിപാടി നടക്കുമ്പോൾ പ്രാർത്ഥനയാണ് നിങ്ങൾ കേൾക്കാറ്. പക്ഷേ ഇന്ന് നിങ്ങൾ കേട്ടത് നമ്മുടെ ഭരണഘടനയുടെ ആമുഖം വായിച്ചുകൊണ്ടാണ്. സത്യത്തിൽ ഞാൻ ആശങ്കപ്പെടുന്നുണ്ട്, എത്ര കാലം ഇനി നമുക്ക് ആ ആമുഖം വായിക്കാൻ പറ്റും എന്ന കാര്യത്തിൽ ഒരാശങ്ക എനിക്കുമുണ്ട്. അതെല്ലാവർക്കും ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ എങ്കിലും നമുക്ക് ആവോളം നമ്മളെ ശ്രേഷ്ഠമായ ഒരു സാമൂഹ്യ വ്യവസ്ഥ സൃഷ്ടിക്കുന്ന, നമുക്ക് പരസ്പരം അന്യോന്യം സംസാരിക്കാനും അന്യോന്യം ഐക്യമില്ലാതെ നമുക്ക് ചേർന്നിരിക്കാനും പറ്റുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥിതി ഉണ്ടായത് ഈ ഭരണഘടന തന്നെയാണ്. ആ ഭരണഘടനയെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ടാണ് അംബേദ്കറുടെ 134-ാം ജന്മദിനാഘോഷത്തിൽ നമ്മൾ തുടക്കം കുറിച്ചത്. ഭരണഘടന വായിച്ചിട്ടുള്ളത് പൂമരം കിളിക്കൂട്ടത്തിൻ്റെ ഗ്രാമസ്വരാജ് ഫൗണ്ടേഷത്തിൻ്റെ കലാവിഭാഗമായിട്ടുള്ള
പൂമര കിളിക്കൂട്ടത്തിൻ്റെ പ്രവർത്തകരാണ് മിൻഹയുടെ നേതൃത്വത്തിൽ. അവരെയും ഞാൻ ഈ വേദിയിൽ പ്രത്യേകം അഭിനന്ദനം അറിയിക്കുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. കാരണം എനിക്ക് ഇനിയും നിങ്ങളോട് സംസാരിക്കാനുണ്ടാവും. ഒട്ടേറെ കലാപരിപാടികളൊക്കെ ഈ വേദിയിൽ നടത്തേണ്ടതുണ്ട്. പ്രകാശ് ഡോക്ടറൊക്കെ പോകേണ്ടതുണ്ട്. അതിനു മുമ്പ് നമ്മുടെ ആരാധനായിട്ടുള്ള ദാസൻ പുത്തലത്ത് സാറിൻ്റെ അംബേദ്കറെ പരിചയപ്പെടുത്തേണ്ടതുണ്ട്, അനുസ്മരിക്കേണ്ടതുണ്ട്. അതൊക്കെ എല്ലാം കഴിഞ്ഞ് നമുക്കൊരു 10-25 മിനിറ്റ് കൊണ്ട് പിരിഞ്ഞു പോകാമെന്ന രീതിയിൽ ക്രമീകരിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. രണ്ട് വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി നമുക്ക് ഡോക്ടറെ വിളിച്ചിട്ട് ഡോക്ടറെ പറഞ്ഞു വിടണം. ഡോക്ടർ കാത്ത് രോഗികൾ നിൽക്കുന്നുണ്ട്. രണ്ട് വാക്ക് സംസാരിക്കുന്നതിന് ഡോക്ടറെ ക്ഷണിക്കുകയാണ്. പ്രസംഗം നമ്മളെ നിഘണ്ടുവിലില്ലാത്ത സാധനമാണ്. നിർബന്ധിച്ചുകൊണ്ട് ഞാൻ രണ്ട് വാക്ക് പറയാമെന്ന് വിചാരിക്കുന്നു. പള്ളൂർ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിൽ ഞാൻ ചികിത്സിക്കുന്നത് പ്രമേഹ രോഗ പാദവ്രണത്തിനാണ്. നമുക്കറിയാം, ഇന്ന് ഇന്ത്യയിൽ ഓരോ വർഷവും ഏറ്റവും ചുരുങ്ങിയത് 50,000-ഓളം കാലുകളാണ് പ്രമേഹ രോഗികളത് മുറിച്ചു മാറ്റുന്നത്. ചെറിയൊരു മുറിവിൽ തുടങ്ങി അവർ ശ്രദ്ധിക്കാത്ത ഏക കാരണം കൊണ്ട് അത് വ്യാപിക്കുകയും അവസാനം കാൽ മുറിക്കുന്നതിലേക്ക് എത്തുകയുമാണ് ചെയ്യുന്നത്. നമ്മൾ കണ്ടത് കാൽ മുറിക്കപ്പെടുന്ന ആളുകളിൽ 50% ആൾക്കാരും മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് 2-3 കൊല്ലം കൊണ്ട് മരിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ തീരുമാനിച്ചത്, നമ്മുടെ അടുത്തെത്തുന്ന ഒരു പ്രമേഹ രോഗ പാദവ്രണവും കാല് മുറിക്കാതെ രക്ഷപ്പെടുത്തണമെന്നത്. അതിൻ്റെ ശ്രമമാണ് ഞാൻ 2012 തൊട്ട് തുടങ്ങിയത്. അതിന്നും തുടരുന്നു. ഏകദേശം 100 കണക്കിനോ 1000 കണക്കിനോ ആൾക്കാർ രക്ഷപ്പെട്ടിട്ടുണ്ടാകും. ആരുടെയും തന്നെ പേര് നമ്മൾ ചിന്തിക്കാറില്ല, ചോദിക്കാറില്ല. അവരെ കാല് മാത്രമേ നമുക്ക് ഓർമ്മയുണ്ടാവാറുള്ളൂ. അതുകൊണ്ട് തന്നെ പേഷ്യൻ്റ് കുറേ കഴിഞ്ഞ് വന്ന് ഡോക്ടറെ എൻ്റെ ഈ കാലാണ് ശരിയാക്കിയത് എന്ന് പറയുമ്പോൾ എനിക്ക് ആളെ ഓർമ്മയുണ്ടാവില്ല. ഞാൻ ഒരു അതെയോ ചോദിച്ച് വിടാണ്ടിരിക്കുകയാണ് ചെയ്യാറ്. ഈ സംഭവം ഇത് സ്വതവേ ഒരു പ്രൈവറ്റ് ആശുപത്രിയിലേക്ക് പോവുകയാണെങ്കിൽ ഒരു പാദവ്രണ ചികിത്സക്ക് ലക്ഷങ്ങൾ വേണ്ടി വരും. നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലായതുകൊണ്ടും അത് എൻ്റെ ഭാഗ്യമായി ഞാൻ കരുതുന്നു. ഒരു പൈസ ചിലവുമില്ലാതെ ജനങ്ങളെ ചികിത്സിക്കാൻ പറ്റുന്നു. പലരും പറയാറുണ്ട്, ഞാൻ അവിടെ പോയി ഹോസ്പിറ്റലിൻ്റെ പേര് പറയുന്നില്ല, 8 ലക്ഷം ചിലവായി ഡോക്ടറെ, ഇതുവരെ ശരിയായില്ല. ചിലപ്പോൾ ചില മരുന്നുകൾ നമ്മൾ കിട്ടാത്തത് മേടിപ്പിക്കുമായിരിക്കും. എന്നാലും ഒരു 2-3 മാസത്തിനുള്ളിൽ, ചുരുങ്ങിയത് 5-10 ആയിരത്തിനുള്ളിൽ അവരെ മുറിവ് ഉണക്കി വിടാൻ സാധിക്കാറുണ്ട്. അത് ചിലപ്പോൾ ഭാഗ്യമായിരിക്കാം, ചിലപ്പോൾ പേഷ്യൻറ്റിൻ്റെ ഭാഗ്യവുമാവാൻ സാധ്യതയുണ്ട്. എന്തായാലും ഇത് സാധിച്ചത് ഒന്ന്, ഞാൻ പോണ്ടിച്ചേരി ഹെൽത്ത് സർവീസ് ഉള്ളതുകൊണ്ടാണ്. അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടുണ്ട്. അതുപോലെ തന്നെ ആയുഷ്മാൻ ഭാരത് എന്ന നിർധനരായ ആൾക്കാർക്കുള്ള ഇൻഷുറൻസ് കേന്ദ്ര ഗവൺമെൻറ്റാണ്. അതും അവിടെ എടുക്കുന്നതുകൊണ്ട് ഒരു പൈസ ചിലവുമില്ലാതെ ജനങ്ങളെ ചികിത്സിക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് എൻ്റെ മാത്രം നേട്ടമല്ല, ഇത് എനിക്ക് സൗകര്യമുള്ളതുകൊണ്ട് മാത്രം ചെയ്യാൻ പറ്റിയതാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഈ അവാർഡ് തന്നതിന് ഈ സംഘാടകർക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു സർ.